നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഫുഡിൽ ഓരോ ദിവസവും ഓരോ പരീക്ഷണങ്ങൾ ചെയ്ത് നോക്കാത്ത വീട്ടമ്മമാർ കുറവായിരിക്കും. ഞാനും അതുപോലെയാണ്. എനിക്ക് ഫുഡിൽ പരീക്ഷണങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഒരു പരീക്ഷണമാണ് ഇന്ന് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ മോർണിംഗ് നമുക്ക് മസാല ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം മസാല ദോശ ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അപ്പോൾ ഇന്നൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് ശുദ്ധവായുവൊക്കെ ശ്വസിച്ചിട്ട് ഞാൻ അകത്ത് വന്നു ബാക്കി പരിപാടികൾ നോക്കുകയാണ്. രാവിലെ ചായ കുടിച്ചു കേട്ടോ. ചായ കുടിച്ചതിന് ശേഷമാണ് പിന്നെയുള്ള പരിപാടിയൊക്കെ നോക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു പൊടിയെന്ന് പറയുമ്പോൾ എന്തെങ്കിലും ജീരകം അല്ലെങ്കിൽ ഉലുവ, ഏലക്ക അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് വെക്കും. അതാണ് കുടിക്കുന്നത്. അപ്പോൾ എല്ലാവരും വെള്ളം തിളപ്പിച്ച് തന്നെ കുടിക്കാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഒരു 3 ഉരുളക്കിഴങ്ങ് വൃത്തിയാക്കിയിട്ട് വലിയ കഷ്ണമായിട്ട് തന്നെ മുറിച്ചിട്ട് അത് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് അത്ര ഇടാവും. നമ്മൾ പിന്നീട് മസാല റെഡിയാക്കുമ്പോഴും ഉപ്പിടും. അപ്പോൾ അത് ഓർമ്മിച്ചിട്ട് വേണം ഇതിൽ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ അതിനുശേഷം ഞാൻ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, അതുപോലെ സവാള ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങിനേക്കാളും കുറവായിരിക്കണം സവോള ഇടുന്നത്. അപ്പോൾ ഞാനൊരു 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 2 മീഡിയം സൈസ് സവോളയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ അത് നീളത്തിന് കട്ട് ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ സവോള കട്ട് ചെയ്യുമ്പോൾ കണ്ണിൽ നിന്ന് പെട്ടെന്ന് വെള്ളം വരും. പെട്ടെന്നാണത്. ചിലർക്ക് കുഴപ്പമില്ല, ചെയ്താലങ്ങനെ പെട്ടെന്ന് കണ്ണിൽ നിന്ന് വെള്ളം വരില്ല. പക്ഷെ എനിക്ക് പെട്ടെന്ന് കണ്ണിൽ നിന്ന് വെള്ളം വരും. അപ്പോൾ ഞാൻ കണ്ണടച്ച് വെച്ചിട്ട് ഒരു ഇതിലങ്ങ് അത് കട്ട് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ അത് കട്ട് ചെയ്ത് തീർന്നപ്പോൾ നമ്മുടെ വെള്ളം തിളാന്ന് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഓഫ് ചെയ്ത് മാറ്റി വെച്ചു. ദോശമാവ് ഞാൻ തലേദിവസം ദോശമാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ തലേ ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോഴെന്തെങ്കിലും ഒരു നാളെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തുണ്ടാക്കാം എന്നൊരു ചിന്ത വരും. അപ്പോഴാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്തെങ്കിലും ഒരു നോക്കാമല്ലോ എന്ന് വിചാരിച്ചത്. അങ്ങനെ പെട്ടെന്ന് തന്നെ അരിയും ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ട് അത് അരച്ചു വെച്ചു. വൈകിട്ട് അരച്ചു വെച്ചു മസാല ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു ചട്നി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചട്നി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അത് നോർമൽ ഒരു വെള്ള ചമ്മന്തി, കട്ട ചമ്മന്തിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചു. അതിനുശേഷം കുറച്ച് ഉഴുന്നിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ദോശയ്ക്കൊക്കെ അരയ്ക്കുന്ന ഉഴുന്നില്ലേ, ആ ഉഴുന്നിട്ട് കൊടുത്തു. നമ്മുടെ സവോളയും പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കുറച്ച് കറിവേപ്പില ഇട്ട് കുറച്ച് മഞ്ഞളും പിന്നെ സവോള വഴലാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപ്പ് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം, ഈ വെള്ളം ഞാൻ ഉരുളക്കിഴങ്ങ് വേവിച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചേക്കുന്നത്. നമ്മൾ സെപ്പറേറ്റ് വേറെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചിരുന്ന ആ വെള്ളം തന്നെ ഒഴിച്ചാൽ മതി. അപ്പോൾ അത് ഒഴിച്ച് ഒരുപാട് ഒഴിക്കേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ച് അത് ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം വേവിച്ച് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് അത് നന്നായിട്ട് സ്മാഷ് ചെയ്തിട്ട് അതിലിട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന മസാലയാണ്. അതിനുശേഷം ഞാൻ ഒരു ദോശ ഉണ്ടാക്കി നോക്കി. ദോശ മാവ് നന്നായിട്ട് തന്നെ വലുതായിട്ട് പരത്തിയെടുത്തു. അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന മസാല ഇട്ട് മടക്കിയെടുത്തപ്പോൾ നല്ല മസാല ദോശ ഇട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഞാൻ ചോറ് വയ്ക്കാനുള്ള അരി ഇട്ടിട്ട് ഞാൻ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് എന്ന് പറയുമ്പോൾ മീൻ മേടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ കുറച്ച് പോകുമ്പോൾ മീൻ കിട്ടും. അപ്പോൾ അവിടെ പോയിട്ട് മീൻ മേടിച്ചു. അപ്പോൾ ചോറിനുള്ള ഇതൊക്കെ ഇട്ടിട്ടാണ് പോയത്. അപ്പോൾ ഇവിടെ വേറെ ആളുണ്ട് കേട്ടോ, അത് തീ കത്തുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയി മീൻ മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഞാൻ ഡ്രസ്സ് മാറ്റിയെന്ന് വെച്ചാൽ എൻ്റെ മീൻ മേടിച്ചുകൊണ്ട് വന്നപ്പോഴാണ് എൻ്റെ വെള്ളം ഡ്രസ്സിൽ കൂടി വീണു. അപ്പോൾ ഞാൻ വന്നിട്ട് വേറെ ഡ്രസ്സൊക്കെ എടുത്തിട്ടിട്ട് പിന്നെ ബാക്കി പരിപാടിയൊക്കെ നോക്കുകയാണ്. അപ്പോൾ നമുക്കിന്ന് ചൂരയും നവര മീനുമാണ് കിട്ടിയത്. ആ ചുമന്ന മീനിന് ഞങ്ങളുടെ നാട്ടിൽ നവര എന്നാണ് പറയുന്നത്. ഇവിടെ കിളിമീൻ എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങളുടെ നാട്ടിൽ വേറെ പേരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ മീൻ അവിടെ ഞാൻ വൃത്തിയാക്കാൻ വേണ്ടി എടുത്ത് വെച്ചു. എന്നിട്ട് കുറച്ച് പരിപ്പ് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്, നമുക്ക് തോരൻ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പോയിട്ട് മീനൊക്കെ ക്ലീൻ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം ഇന്ന് നമുക്ക് ചൂര മീൻ കറി വയ്ക്കാം. അപ്പോൾ ചൂര മീൻ നമുക്ക് മുളക് ഇട്ടാണ് വെക്കുന്നത്.
നമ്മൾ നോർമലി എങ്ങനെയാണ് മുളകിട്ട് വയ്ക്കുന്നത്, കടുക് പൊട്ടിച്ച് ഉലുവയൊക്കെ ഇട്ട് നമ്മുടെ ജിഞ്ചർ ഗാർലിക്കും പിന്നെ ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ആ ഒരു രീതിക്ക് തന്നെയാണ് കേട്ടോ ഞാനും വെക്കുന്നത്. അപ്പോൾ ഈ മുളകിട്ട കറി ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് വെച്ച് പഠിച്ചത്. ഞങ്ങളവിടെയൊക്കെ തേങ്ങ അരച്ചിട്ട്, ചൂരമീനായിരുന്നാലും എന്ത് മീനായിരുന്നാലും ഞങ്ങൾ തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത്. ഞാൻ ട്രിവാൻഡ്രമാണ്, അപ്പോൾ അവിടുത്തെ മീൻകറി എന്ന് പറയുന്നത് തേങ്ങ അരച്ചിട്ടുള്ള മീൻകറിയാണ്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഞാൻ വേറൊരു രീതി മുളകിട്ട് മീൻകറി വയ്ക്കാനും പഠിച്ചു. അപ്പോൾ പരിപ്പ് ഞാൻ വേവിക്കാൻ വെച്ചു. ഞാൻ കുക്കറിലല്ല കേട്ടോ, ഞങ്ങൾ നോർമലി ഒരു പണ്ടത്തെ രീതി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചട്ടിയിൽ, മൺചട്ടിയിലൊക്കെ ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചട്ടിയിൽ ഞാൻ പരിപ്പ് വേവിക്കാൻ വെച്ചു. പിന്നെ ചീര കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് വയ്ക്കുകയാണ്. അത് ചേച്ചിയാണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പോൾ ചീര തോരൻ വയ്ക്കുകയാണ്. പിന്നെ ഇപ്പുറത്ത് നമ്മുടെ മീൻ എന്താണ് വെള്ളമൊക്കെ ഒഴിച്ച് വെള്ളം തിളച്ചപ്പോൾ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് പുളിയും ഉപ്പും ഇട്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീൻകറി റെഡിയാവും. അപ്പോൾ ഇപ്പുറത്ത് ഞാൻ തോരത്തിനുള്ളത് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. തോരത്തിന് നമ്മുടെ തേങ്ങ ചതച്ചതെല്ലാം ഇട്ടിട്ട് അതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെച്ചു. അപ്പോൾ ഒരു പച്ച ചവയൊക്കെ മാറാൻ വേണ്ടിയിട്ട് വെച്ചു. അതിനുശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചീരയും പരിപ്പും അതുപോലെ പരിപ്പും പടവലങ്ങയും അങ്ങനത്തെ രീതിയിലുള്ള തോരനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പരിപ്പിട്ടു. അപ്പോൾ മീൻ മേടിക്കുമ്പോൾ ഇപ്പോൾ ചീര ഉണ്ട് കേട്ടോ. അപ്പം ചീര കണ്ടപ്പോൾ നമുക്ക് ചീരയും കൂടി മേടിക്കാമെന്ന് പറഞ്ഞാൽ അതും കൂടി മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. അതുപോലെ ഇപ്പുറത്തെ മീൻകറി റെഡി ആവുന്നുണ്ട്. പിന്നത്തെ ലഞ്ച് ഓക്കെ ആയി. നേരത്തെ തന്നെ പണികൾ തീരും, രണ്ടുപേരും ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ജോലിയൊക്കെ തീരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം മുകളിൽ ടെറസിൽ പോയി നിന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ കൂടുതൽ വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.